വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽ ശ്രേഷ്ഠമായ അധ്യായങ്ങളിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ബഖറ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എല്ലാ വസ്തുക്കൾക്കും ഒരു കൊടുമുടിയുണ്ട്. കൊടുമുടി എന്ന് പറഞ്ഞാൽ സിനാം എന്നാണ് അറബിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹദീസിൽ. മഹാനായ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി ഷൈഇൻ സിനാമ, എല്ലാ വസ്തുക്കൾക്കും സിനാം എന്ന് പറഞ്ഞ കൊടുമുടി എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശത്തിനാണ് സിനാം എന്ന് പറയുന്നത്. ഈ ഒട്ടകങ്ങളൊക്കെ കണ്ട ആളുകൾക്കറിയാം, ഒട്ടകത്തിന് പൂഞ്ഞയുണ്ട്. ഒട്ടകത്തിന്റെ ശരീരത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗം ആ പൂഞ്ഞയായിരിക്കും. മലകളിലാണെങ്കിൽ മലകളിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഭാഗം, ഏത് വസ്തുവിന്റെയും ഉയർന്ന ഭാഗത്തിന് ആ കൊടുമുടി എന്ന് പറയും. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനാണ് സിനാം എന്ന് പറയാം, ഉയർന്ന ഭാഗത്തിന്. അതിനാ നമ്മൾ കൊടുമുടി എന്നർത്ഥം വെച്ചത്. ഇന്ന ലികുല്ലി ഷൈഇൻ സിനാമാ, എല്ലാ വസ്തുവിനും ഒരു കൊടുമുടിയുണ്ട്. വ ഇന്ന സിനാമൽ ഖുർആനി സൂറത്തുൽ ബഖറ, ഖുർആനിന്റെ കൊടുമുടിയാണ് സൂറത്തുൽ ബഖറ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പൊണ്ണ നബി പറയുകയാണ്, മൻ ഖറഅഹ ഫീ ബൈതിഹി ലൈല, സൂറത്തുൽ ബഖറ ഒരാൾ തന്റെ വീട്ടിൽ രാത്രി ഓതിയാൽ, ലം യദ്ഖുലി ശൈത്താനു ബൈതഹു തലാത ലയാലിൻ, ആ വീട്ടിലേക്ക് 3 ദിവസം പിശാച് കടക്കുകയേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 രാത്രിയിൽ സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ ഓതിയാൽ ആ വീട്ടിലേക്ക് 3 രാത്രികളിൽ പിശാച് കടക്കുകയേ ഇല്ല. വമൻ ഖറഅഹാ നഹാറാ, എന്നാൽ പകലിൽ ഒരാൾ സൂറത്തുൽ ബഖറ ഓതിയാൽ, ലം യദ്ഖുലി ശൈത്താനു ബൈതഹു തലാതത അയ്യാം, 3 ദിവസം ആ വീട്ടിലേക്ക് പകൽ സമയം പിശാച് കയറുകയേ ഇല്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാ ഞാൻ സൂറത്തുൽ ബഖറയെ കുറിച്ച് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഖുർആൻ. ആ ഗ്രന്ഥത്തിൽ 114 അധ്യായങ്ങളുണ്ട്, സൂറത്തുകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ അധ്യായങ്ങളിലാണ് സൂറത്തുൽ ബഖറ. പുണ്യ നബി പറഞ്ഞത് ഖുർആനിന്റെ കൊടുമുടി എന്നാണ്. ആ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന ആയത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. സൂറത്തുൽ ബഖറയിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി എന്നല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം തുർമുദിയും ഹാക്കിമും എല്ലാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി ഷൈഇൻ സിനാം, എല്ലാ വസ്തുവിനും ഒരു കൊടുമുടിയുണ്ട്. വ ഇന്ന സിനാമൽ ഖുർആനി സൂറത്തുൽ ബഖറ, വിശുദ്ധ ഖുർആന്റെ കൊടുമുടിയാണ് സൂറത്തുൽ ബഖറ. ഫീഹാ ആയ, സൂറത്തുൽ ബഖറയിൽ ഒരായത്തുണ്ട്. ഹിയ സയ്യിദത്തു ആയിൽ ഖുർആൻ, ആ ആയത്ത് ഖുർആനിലെ എല്ലാ ആയത്തുകളുടെയും നേതാവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിലെ 6236 ആയത്തുകൾ അല്ലെങ്കിൽ 6666 ആയത്തുകൾ, ഞാൻ അങ്ങനെ പറഞ്ഞത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഗണിച്ചാൽ ഖുർആനിൽ മാക്സിമം 6666 ആയത്തുകൾ ഉണ്ടാവുക.
ഈ എല്ലാ ആയത്തുകളിലും ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ഗ്രന്ഥത്തെക്കാളും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിലെ എല്ലാ ആയത്തുകളുടെയും നേതാവാണ് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് ആയത്തുൽ കുർസി എന്നർത്ഥം. അതാണ് ആയത്തുൽ കുർസി. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അയ്യ ആയത്തിൻ ഫീ കിതാബില്ലാഹി അലം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കാത്തിബു വഹി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുത്തുകാരനായിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഉബയ്യ് റളിയല്ലാഹു അൻഹു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ ചോദിച്ചു, ഉബയ്യ് തങ്ങളെ, അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅലം, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്വമേറിയ ആയത്തേതാണ്? ഖാല, മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ് നബിയേ, ആയത്തുൽ കുർസിയാണ് യാ റസൂലല്ലാഹ് എന്ന് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ആയത്തുൽ കുർസിയെ കുറിച്ചുള്ള ഒരു രഹസ്യം എനിക്ക് പറഞ്ഞു തന്നു. എന്താണ് ആ രഹസ്യം? വല്ലദീ നഫ്സു മുഹമ്മദിൻ വല്ലദീ നഫ്സി ബിയദി. ഉബയ്യ് തങ്ങളെ, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ, ഏതു റബ്ബിന്റെ കയ്യിലാണോ, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നലഹാ ലിസാനൻ വശഫതൈൻ. ആയത്തുൽ കുർസിക്കൊരു നാവുണ്ട്, രണ്ട് ചുണ്ടുമുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കരുത് നിങ്ങൾ, ഇതറിയോ ആയത്തുൽ കുർസിക്ക് എങ്ങനെ നാവ് ചുണ്ട് എങ്ങനെ നാവാന്ന് ചോദിക്കരുത്. കൊറോണക്ക് മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള എല്ലാവിധ കഴിവുണ്ട് എന്ന് പറയില്ലേ. മനുഷ്യന്റെ കണ്ണിന് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു ചെറിയ ഒരു ജീവിയാണ്, ഒരു ചെറിയ ജീവിയാണ്. 21-ാം നൂറ്റാണ്ടിലും ജീവിക്കുന്നത് പുണ്യ നബിയുടെ വചനങ്ങൾ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഉബയ്യ് തങ്ങളെ, വല്ലദീ നഫ്സി ബിയദി, എന്റെ ശരീരം ഏതു റബ്ബിന്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നലഹാ ലിസാന. ഉബയ്യ് തങ്ങളെ, ആയത്തുൽ കുർസിക്ക് ഒരു നാവുണ്ട്, വശഫതൈൻ, രണ്ട് ചുണ്ടുമുണ്ട്. തുഖദ്ദിസുൽ മലിക ഇൻദ സാഖിൽ അർശി. അർശിന്റെ അടുത്ത് വെച്ച്, അർശിന്റെ കാലുകൾക്ക് അടുത്ത് വെച്ച് അല്ലാഹുവിനെ അത് തഖ്ദീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയത്തുൽ കുർസി എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു തന്നുവെന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, മഹാനായ നബി ആയത്തുൽ കുർസി അല്ലാഹുവിന്റെ അർശിന്റെ കാലിനടുത്ത് വെച്ച് അല്ലാഹുവിന്റെ മഹത്വം വാഴ്ത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ വക ഒന്നും പറയില്ല, കാരണം എന്താ പറയുക, നമുക്ക് ആയത്തുൽ കുർസിനെ കുറിച്ച് നമ്മളെ വക എന്താ പറയാ, നമുക്കൊന്നും അറിയില്ലല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളല്ലാതെ, ഹദീസല്ലാതെ, രേഖയല്ലാതെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിക്കുന്നില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഖറഅ ആഖിറ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം റസൂലുള്ളാഹി ഓതിയാൽ, അതായത് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത്,
സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത് പുണ്യനബി തങ്ങൾ ഓതിയാൽ ഔ ആയത്തുൽ കുർസി അല്ലെങ്കിൽ ആയത്തുൽ കുർസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയാൽ അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുമായിരുന്നു. വഖാല എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുമത്രേ ഇന്നഹുമാ മിൻ കൻസിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ നിധിയിൽ നിന്നുള്ള ആയത്തുകളാണ് ഈ രണ്ട് ആയത്തുകൾ എന്നുള്ള എന്റെ ഹബീബ് പറയുമായിരുന്നു. ആമന റസൂലും ആയത്തുൽ കുർസിയും ഇന്നഹുമാ മിൻ കൻസിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ നിധിയിൽ നിന്നുള്ളതാണ്. എവിടെയാണ് ആ നിധിയുള്ളത്? തഹത്തൽ അർശി, അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ ഒരു നിധിയുണ്ട് അല്ലാഹുവിന്റെ. ആ നിധിയിലാണ് ആയത്തുൽ കുർസിയും ആമന റസൂലും ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അല്ലാഹു തആല ആയത്തുൽ കുർസി ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ഇറക്കി കൊടുത്തത്. അല്ലാഹുവിന്റെ ഹബീബ് ആയത്തുൽ കുർസി ഓതിയാലും ആമന റസൂൽ ഓതിയാലും ഇത് പറഞ്ഞിട്ട് ചിരിക്കുമായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ഓതിയാൽ ലൈസ ബിഅമാനികും വലാ അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യുജ്ദ ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ എന്ന ആയത്ത് ഓതിയാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തർജഅ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു. ആയത്തുൽ കുർസിയെ കുറിച്ചുള്ള അടുത്ത വിവരമാ പുണ്യനബി പറഞ്ഞു തരുന്നത്. അത് അല്ലാഹുവിന്റെ അർശ് സിംഹാസനത്തിന്റെ നേരെ ചുവട്ടിൽ വെച്ച് അല്ലാഹുവിന്റെ മഹാത്മ്യം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആയത്തുൽ കുർസി. പിന്നെ പറഞ്ഞതെന്താ? ആയത്തുൽ കുർസി അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലുള്ള നിധിയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ആയത്തുൽ കുർസിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് അടുത്തു പറഞ്ഞു തരുന്ന വിവരം എന്താ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവറുകൾ പറഞ്ഞു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, മാ ഖലഖല്ലാഹു മിൻ സമാഇൻ വലാ അർളിൻ വലാ ജന്നത്തിൻ വലാ നാർ അഅലമു മിൻ ആയ ഫീ സൂറത്തിൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയേക്കാളും വലിയ വേറൊരു സൃഷ്ടിയില്ല. ആകാശമായാലും ഭൂമിയായാലും സ്വർഗമായാലും നരകമായാലുമല്ല, ആയത്തുൽ കുർസിയേക്കാളും ശക്തി കുറഞ്ഞ സൃഷ്ടിയാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആയത്തുൽ കുർസിക്ക് ഭയങ്കര ശക്തിയുണ്ട്. ആയത്തുൽ കുർസി ആകാശഭൂമികളെക്കാളും ശക്തിയുള്ള ആയത്താണ് ആയത്തുൽ കുർസി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖുർആനിന്റെ 4-1 ആയത്തുൽ കുർസി എന്ന ഹദീസിൽ കാണാം. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅല റജുലൻ മിൻ സ്വഹാബതി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരാളോട് റസൂലുള്ളാഹി ചോദിച്ചു, ഐ ഫുലാൻ, ഓ മനുഷ്യ സഹോദരാ സുഹൃത്തേ, ഹൽ തസവ്വജ്ത, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്വഹാബിയെ കണ്ടപ്പോൾ ചോദിച്ചു, സഹോദരാ നിങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ടോ? ഖാല, അയാൾ പറഞ്ഞുല, ഞാൻ വിവാഹം ചെയ്തിട്ടില്ല നബിയേ. ചെയ്യാതിരിക്കാനുള്ള കാരണം വലൈസ ഇൻദീ മാ അതസവ്വജു ബിഹി, വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. എന്നാ സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ ഖാല, പുണ്യ നബി ആ സ്വഹാബിയോട് ചോദിച്ചു, അവലൈസ മഅക ഖുൽ ഹുവല്ലാഹു അഹദ്, നിങ്ങൾക്ക് ഖുൽ ഹുവല്ലാഹു അറിയില്ലേ എന്ന് ചോദിച്ചു. ഖാല ബല, അറിയാം നബിയേ. ഖാല റുബുൽ ഖുർആൻ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് ഖുർആനിന്റെ 4-1 എന്ന്, 3-1 വേറെ റിപ്പോർട്ട് കാണാം, 4-1. പുണ്യ നബി ആ സ്വഹാബിയോട് ചോദിച്ചു, അലൈസ മഅക ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നിങ്ങൾക്ക് അറിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ബല, അറിയാം നബിയെ. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, റുബുൽ ഖുർആൻ, ഖുർആനിന്റെ 4-1.
അലൈസമാക ഇദാ സുൽസില, ഇദാ സുൽസില സൂറത്ത് നിങ്ങൾക്കറിയില്ലേ? ഖാല സ്വഹാബി പറഞ്ഞു ബല അറിയാം നബിയേ. ഖാല റസൂലുള്ളാഹി പറഞ്ഞു റുബുൽ ഖുർആൻ, ഖുർആനിന്റെ നാലിലൊന്നാണ്. ഉടനെ നബി ചോദിച്ചു അലൈസമാക ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് നിങ്ങൾക്കറിയില്ലേ? ഖാല സ്വഹാബി പറഞ്ഞു അറിയാം നബിയേ. ഖാല റുബുൽ ഖുർആൻ, ഖുർആനിന്റെ നാലിലൊന്നാണ്. ഈ സൂറത്ത് ഓതിയ ഖുർആന്റെ നാലിലൊന്ന് ഓതിയ കൂലിയാണ്. ഉടനെ നബി ചോദിച്ചു അലൈസമാക ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി നിങ്ങൾക്കറിയില്ലേ? ഖാല ബല, സ്വഹാബി പറഞ്ഞു അറിയാം നബിയേ. ഖാല റസൂലുള്ളാഹി പറഞ്ഞു റുബുൽ ഖുർആൻ, ഖുർആനിന്റെ നാലിലൊന്നാണ് എന്ന്. ഇതൊക്കെ ഓതിയ ഖുർആന്റെ നാലിലൊന്ന് പ്രതിഫലം ലഭിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബി സ്വഹാബിയോട് പറഞ്ഞു ഈ സൂറത്തുകളെല്ലാം നിന്റെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മഹറായി നീ ആ പെണ്ണിനെ കല്യാണം ചെയ്തോളൂ എന്ന്. അപ്പോ നമ്മളിത് പറഞ്ഞത് ആയത്തുൽ കുർസി പരിശുദ്ധ ഖുർആന്റെ പ്രതിഫലത്തിൽ നാലിൽ ഒന്നിനോട് കിടപിടിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തരികയാണ് ആയത്തുൽ കുർസിയെ. റസൂലുള്ളാഹിയല്ലോ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ട, നമ്മളല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഹദീസുകൾ മാത്രം എടുത്തു ധരിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനെ കുറിച്ച് പറഞ്ഞു തന്നെന്താ? ഉടനെ നബി പറഞ്ഞല്ലോ ഇന്ന ഹാദൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഹബലുല്ലാഹ്, അല്ലാഹുവിന്റെ പാശമാണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കയറാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയറ് നമുക്കും പരിചയമില്ല. കയറ് എന്നെന്താ? നമ്മൾ സാധാരണ കിണർന്ന് വെള്ളം മുക്കും കയർ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് വെള്ളം ആവശ്യം ഉണ്ടാകുമ്പോൾ കയറിന്റെ തലക്കിൽ തൊട്ടി കെട്ടിയിട്ട് കയറ് താത്തി വെള്ളം കൂടും. അപ്പൊ ദൂരത്തുള്ള ഒരു സാധനം നമ്മൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ എത്തുന്നത് ആ കയറ് മുഖേനയാണ്. ഞാൻ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അതേപോലെ ഒരാൾ വെള്ളത്തിൽ പോയാൽ, വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ കയറെറിഞ്ഞു കൊടുക്കും. കയറെറിഞ്ഞു കൊടുക്കുമ്പോ ആ കയറ് പിടിച്ചിട്ട് അയാൾ നമ്മൾ വലിക്കുന്ന ദിശയിലേക്ക് അയാൾ വരും, നമ്മളടുത്തേക്ക് അയാൾ വരും. അതേപോലെ ഖുർആൻ അള്ളാഹുവിന്റെ കയറാന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുത്തുള്ള സംഗതിയാണ്. അതിന്റെ ഒരു തല നമ്മളെ കയ്യിൽ നടക്കണം. നമുക്ക് അള്ളാഹു ഇറക്കി തന്നു. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള നിത്യമായ ബന്ധം നിലനിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനവറുകൾ പറയുന്നു ഇസ്മുൽ അഅ്ലമുല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം, ഏതു നാമം ഉച്ചരിച്ചു ദുആ ചെയ്താലാണോ ഉറപ്പായും അല്ലാഹു ദുആ ചെയ്ത കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. ആ ഇസ്മുൽ അഅ്ലം ഫീ തലാത്തി സുവരിൻ, കേൾക്കണേ, പരിശുദ്ധ ഖുർആനിലെ 3 സൂറത്തുകളിലാണ് ഇസ്മുൽ അഅ്ലം ഉള്ളത് എന്ന് ഞാൻ അറിഞ്ഞു. സൂറത്തുൽ ബഖറ, വ ആലു ഇംറാൻ, വ താഹ. സൂറത്തുൽ ബഖറയിലും ആലു ഇംറാനിലും ത്വാഹ സൂറത്തിലും, ഈ 3 സൂറത്തിലും അല്ലാഹു തആലയുടെ ഇസ്മുൽ അഅ്ലം അടങ്ങിയിട്ടുണ്ട് എന്ന വിവരം ഞാൻ അറിഞ്ഞപ്പോ ഖാല അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാൻ, പുണ്യ നബിയുടെ സ്വഹാബിയാണ്. ഫൽതമസ്തുഹാ, അപ്പോൾ ഞാൻ ഏതാണ് ആയത്തെന്നറിയാൻ വേണ്ടി ഞാൻ ഖുർആൻ പരതി. ഈ 3 സൂറത്തുകളും ഞാൻ അന്വേഷിച്ചു. ഫവജത്തു ബിൽ ബഖറ, ബഖറയിൽ ആ ആയത്ത് ഞാൻ കണ്ടെത്തി. ഏതാ? ഫീ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയിലാ ഞാൻ ആ ഇസ്മുൽ അഅ്ലം കണ്ടത്. ഏതാ? മഹാനവറുകൾ പറയാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്ന ഇസ്മാണത്. അതായത്തുൽ കുർസിയില ഉള്ളത് ഞാൻ കണ്ടെത്തി. അതേപോലെ ആലു ഇംറാനിലും അതുണ്ട്. അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത വൽ ഇൻജീൽ. ആലു ഇംറാനിലും അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തിൽ ഇസ്മുൽ അഅ്ലം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ആരാ പറഞ്ഞത്? സാധാരണക്കാരനല്ല, പുണ്യ നബിയുടെ സ്വഹാബി
അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. മാത്രമല്ല മഹാനവറുകൾ പറഞ്ഞു ഫീ ത്വാഹ, ത്വാഹ സൂറത്തിലും ഞാനത് കണ്ടെത്തിയതാണ്. ഏതായത്തിലാണത്? 111-ാമത്തെ ആയത്തിലാണ്. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ളുൽമാ. വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന ആയത്തിലാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഇസ്മുൽ അഅലം ഹയ്യുൻ ഖയ്യൂം എന്ന നാമമാണ്. അത് ആയത്തുൽ കുർസിയിൽ ഉണ്ട് എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ എന്താ ഇസ്മുൽ അഅലമിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്? ഇസ്മുൽ അഅലം ഒരാൾ ഉച്ചരിച്ചിട്ട് അല്ലാഹുവിനോട് എന്ത് ദുആ ചെയ്താലും അല്ലാഹു തആല അതിന് ഉത്തരം കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അതുകൊണ്ട് തന്നെ പുണ്യനബി പറയാ, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി, ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ വഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളും ആമന റസൂൽ, അതേപോലെ ആയത്തുൽ കുർസിയും ഒരാൾ ഓതിയാൽ ഇൻദൽ കർബി, എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ അതേപോലെ ടെൻഷനുകളോ മാനസിക പിരിമുറുക്കങ്ങളോ, അല്ലേ, കൊറോണക്കാലം ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉള്ള ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ആ പ്രയാസം നീങ്ങിപ്പോകാൻ അല്ലാഹു അയാളെ സഹായിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊറോണയിൽ നിന്ന് മുഅ്മിനായ മനുഷ്യന് രക്ഷ നൽകാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് കവറുകളോ കോട്ടുകളോ ആണ് എന്നല്ല മുഅ്മിൻ വിചാരിക്കുന്നത്. അവന്റെ കയ്യുറകളാണ് എന്നല്ല മുഅ്മിൻ വിചാരിക്കുന്നത്. കയ്യുറക്കട്ടിട്ട് രോഗികളെ ചികിത്സിച്ച ആളുകൾക്ക് രോഗം വന്നില്ലേ, അതേപോലെ മാസ്കുകളാണ് എന്നല്ല മുഅ്മിൻ വിചാരിക്കുന്നത്. രാജ്യത്തിന്റെ നിയമവും ആരോഗ്യ പ്രവർത്തകർ പറയുന്നതൊക്കെ കേൾക്കുകയും ചെയ്യണം, കേൾക്കണ്ടെന്നല്ല. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു തആല പടച്ച റബ്ബ് സംരക്ഷണം നൽകും. ആരെങ്കിലും ഭയപ്പെട്ട് കഴിയുന്നവരോ പ്രയാസപ്പെട്ട് കഴിയുന്നവരോ മാനസിക പിരിമുറുക്കങ്ങളോ ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അല്ലാഹു അയാളെ സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. വാദ് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളെ കുടുംബക്കാരോ മക്കളൊക്കെ ഗൾഫില് ടെൻഷനായി ബേജാറായി മാനസിക വിഭ്രാന്തിയൊക്കെ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഓൽക്കൊക്കെ വിളിച്ചു പറഞ്ഞു കൊടുത്താൽ ഈ ആയത്തുൽ കുർസി ഓതാൻ. അതുകൊണ്ടല്ലേ മാനസികമുള്ള രോഗികളെ മന്ത്രിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മള് മന്ത്രവും അതേപോലെ ദുർമന്ത്രവും എന്ന വിഷയം നമ്മൾ പറയും. മന്ത്ര അനുവദനീയാണോ അല്ലേ എന്നൊക്കെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. ഈ മന്ത്രിക്കുന്ന സമയത്ത് പ്രധാനമായും മന്ത്രിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി. അതതിന്റെ ഹൃദയ. വല്ല പ്രയാസമോ പ്രശ്നമോ മാനസികമായി പിരിമുറുക്കമോ ടെൻഷനോ ഒക്കെ ഉള്ള ആൾ ആയത്തുൽ കുർസി ഓതിയാൽ ആ പ്രയാസം നീങ്ങിപ്പോകാൻ അല്ലാഹു അയാളെ സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രല്ല ആയത്തുൽ കുർസി ഇയാൾ ഓതുന്നതോടുകൂടെ അയാളുടെ സാന്നിധ്യം അർശിന്റെ ചുവട്ടിൽ അറിയിക്കപ്പെടും. അർശിൽ അയാൾ ചെന്ന് മുട്ടണം. അതുകൊണ്ട് ആയത്തുൽ കുർസി ഓതിട്ട് ദ്വാരന ഏത് വിഷയത്തിനും അല്ലാഹു പരിഹാരം കൊടുക്കും. അതുകൊണ്ടല്ലേ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് പ്രസവ വേദന വന്നപ്പോൾ, പ്രസവത്തോട് സമയം അടുത്തപ്പോൾ റസൂലുള്ളാഹി ഫാത്തിമ ബീവിയെ മന്ത്രിക്കാൻ പറഞ്ഞത്. ഹദീസ് കേൾക്കണം. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അലി. അൻ അബീഹി, വാപ്പ പറഞ്ഞതായി ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മകൻ പറയാ. അൻ ഉമ്മിഹി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറഞ്ഞു കൊടുത്തതാരാ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോളാണ് ഫാത്തിമ ബീവി. പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാദനാ വിലാദത്തുഹാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവം അടുത്തപ്പോൾ അമറ ഉമ്മു സലമ ബീവിയോട്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീന ഉമ്മു സലമ ബീവിയോടും വസൈനബ ബിൻത് ജഹ്ഷ്, അതേപോലെ സൈനബ ബീവി റളിയല്ലാഹു അൻഹയോടും റസൂലുള്ളാഹി കൽപ്പിച്ചു അയ്യതിയ ഫാത്തിമ, അവർ രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ ഫാത്തിമ ബീവിന്റെ അടുത്ത് പോകണം. എന്നിട്ടോ ഫയുഖറ ഇൻദഹ ആയത്തുൽ കുർസി, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ആയത്തുൽ കുർസി ഓതി കൊടുക്കാൻ. കേൾക്കണം, ലോകം കേൾക്കണം. കേവലം സാനിറ്റൈസറിന് മാത്രം രോഗാണുവിനെ കൊല്ലാൻ കഴിയുമെന്ന് വിചാരിക്കരുത് മുഅ്മിനേ. ലോകമെന്ത് വിചാരിക്കുന്നു എന്നല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ആയത്തുൽ കുർസി ഓതി കൊടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പിന്നെ വഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തതി അയ്യാമിൻ തുമ്മ ഇസ്തവാ അലൽ അർശ് എന്ന ആയത്ത് യുഗ്ശിൽ ലൈലൻ നഹാറ യത്ലുബുഹു അതീദൻ വശംസ വൽ ഖമർ വന്നുജൂമ മുസഖഖറാത്തിൻ ബിഅംരി അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന സൂറത്തുൽ അറാഫിലെ 54ാമത്തെ ആയത്തും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് പ്രസവ സമയമായപ്പോ ഫാത്തിമ ബീവിയെ മന്ത്രിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു അടുത്ത് വെച്ച് ഓതാൻ. വയുഅബ്ബിദാഹാ ബിൽ മുഅബ്ബദതൈനി പോരാ, പിന്നെയോ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. അപ്പോൾ സൂറത്തുൽ അറാഫിലെ 54ാമത്തെ ആയത്തും ആയത്തുൽ കുർസിയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവ സമയമായപ്പോ അവിടെ ചെന്നിട്ട് ഓതിയിട്ട് മന്ത്രിക്കാൻ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോടും അതേപോലെ സൈനബ റളിയല്ലാഹു അൻഹയോടും റസൂലുള്ളാഹി കൽപ്പിച്ചു. അപ്പോൾ ആയത്തുൽ കുർസി ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്. ഗർഭിണികൾക്ക് വളരെ നല്ലതാ. ഗർഭിണികളെ മന്ത്രിക്കാം, ഗർഭിണികൾ കുടിക്കുന്ന വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കാം. അതേപോലെ ഗർഭിണികളെ മന്ത്രിക്കാവുന്നതാണ്. പ്രസവ സമയം അടുക്കുന്ന സമയത്ത് മന്ത്രിക്കാവുന്നതൊക്കെ ചെയ്യാവുന്നതാണ്. ആയത്തുൽ കുർസി മുഅ്മിനിന്റെ വജ്രായുധം. കേട്ടോളൂ, മഹാമഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സമയം ഖിയാമത്ത് നാൾ അടുത്ത് എന്ന് ഉറപ്പായി. 1 മണിക്കൂർ കൊണ്ട് എന്താ പറഞ്ഞു തീർക്കാൻ ഒരു പിടിപാടില്ല. പറഞ്ഞു തുടങ്ങുമ്പോൾ സമയം തീർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോന്നും വിശദീകരിക്കാൻ സമയമുണ്ടല്ലോ, സംഭവം പറഞ്ഞ വാക്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്താം. ഒരുപാട് കാര്യമുണ്ട് പറയാൻ. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റജുലൻ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നു. ഫശക ഇലൈഹി, റസൂലുള്ളാഹിയോട് അയാൾ പരാതിപ്പെട്ടു. എന്താ പരാതി? അന്നമാ ഫീ ബൈതിഹി മംഹൂഖും മിനൽ ബർക, നബിയെ വീട്ടിലൊരു എന്താ നമ്മൾ പറയാ, വീട്ടിൽ ബർക്കത്തില്ല നബിയെ, ഒരു കാര്യത്തിലും ഒരു ബർക്കത്തില്ല നബിയെ, ഒരു സംതൃപ്തി ഇല്ല യാ റസൂലല്ലാഹ്. മഹാനായ നബിയെ വീട്ടിലെ എല്ലാ വസ്തുക്കളിലും ബർക്കത്തില്ല നബിയെ യാ റസൂലല്ലാഹ് എന്ന ആ സ്വഹാബി റസൂലുള്ളാഹിയോട് പരാതിപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും ഇപ്പൊ പരാതി. ഉസ്താദേ ഇതിന് പറ്റുമോ മറ്റേന് പറ്റുമോ, ഞാൻ അങ്ങനെയുള്ള പറ്റുമോ ഒക്കെ ചോദിക്കണോ. ഒക്കെ ഈ ഹദീസ് മനസ്സിലാക്കിയാൽ മതി. ചില ആളുകളുണ്ടല്ലോ എത്രയോ പണിയെടുക്കും. ഇതിന്റെ ഇടയ്ക്ക് ഒരാളിനോട് പറഞ്ഞു കച്ചവടമൊക്കെ നല്ലോണ്ട്, ഭയങ്കരമായി കച്ചവടം ചെയ്യുന്നുണ്ട്, പക്ഷെ 1 മാസമായി കൂട്ടി വെക്കുക 5 വയസ്സും ബാലൻസ് ബർക്കത്തില്ലാതെ പോണതാണ്. അയാൾ എന്നോട് പറഞ്ഞ കച്ചവടം നല്ലോണ്ട്, പൈസ നല്ലോണ്ട്, പക്ഷെ എന്തായി പോണെന്ന് പിടിച്ചില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി ഇത് പരാതി പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, നബിയെ വീട്ടിന്റെ അകത്തുള്ളതിലൊന്നും ബർക്കത്തില്ല നബിയെ. ഖഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു ഐന അൻത മിൻ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി അറിയില്ലേ നിങ്ങൾക്ക്? ആയത്തുൽ കുർസി ഓതിയാ മതി. മാ തുലിയത അലാ തുആമിൻ, ആയത്തുൽ കുർസി ഭക്ഷണത്തിന്റെ മേൽ ഓതപ്പെട്ടാൽ, വലാ ഇമാമിൻ കറിയുടെ മേൽ ഓതപ്പെട്ടാൽ, ഇല്ല അൻമല്ലാഹു ബർക്കത ദാലിക തുആമി വൽ ഇദാമി, അല്ലാഹു തആല ഭക്ഷണത്തിന്റെയും കറിയുടെയും ബർക്കത്ത് അല്ലാഹു വർദ്ധിപ്പിക്കുന്നതാണ്.
അപ്പൊ ഭക്ഷണത്തിന്റെ അടുത്ത് വെച്ച് ആയത്തുൽ കുർസി ഓതിയാല്, അതേപോലെ കറിയുടെ അടുത്ത് വെച്ചൊക്കെ ആയത്തുൽ കുർസി ഓതിയാൽ ആ ഭക്ഷണത്തിലും അതേപോലെ വെള്ളത്തിലും കറിയിലുമൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന്. അപ്പൊ ഏത് കാര്യത്തിലാണോ ബർക്കത്തില്ലാത്തത് ആ സാധനത്തിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഓതിയാൽ ബർക്കത്തുണ്ടാവും. ഒരീസ് ഓതാന്നല്ല, നിരന്തരം ഓതണം. ഒരാളെ ബർക്കത്ത് കൂടാ. അങ്ങനല്ലേ? വിറ്റാമിൻ ഗുളിക ഒരീസം കുടിച്ചാൽ മതിയോ പേരാജി? മതിയോ? പറക്കും വിറ്റാമിൻ ഗുളിക ഒരീസം കുടിച്ചാ ആ ഒരീസം ഉഷാറുണ്ടാവും. എല്ലാ ദിവസവും കുടിച്ചാൽ നല്ല ഉഷാറുണ്ടാവും. വൈറ്റമിന്റെ കുറവൊക്കെ പരിഹരിക്കപ്പെടും. അങ്ങനല്ലേ? അപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഒന്നുമല്ല, നിരന്തര ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലെങ്കിൽ കടകളിലാണെങ്കിൽ കടകളിൽ ഓതുക, കട തുറക്കുന്ന സമയത്ത് ഓതാം, അല്ലാത്ത സമയത്തും ഓതാം, ഒക്കെ ചെയ്യാം. അതേപോലെ വീടുകളിൽ ഓതാം. എവിടെയാണോ ബർക്കത്ത് കുറവുള്ളത് അവിടെ ഓതാവുന്നതാണ്. അതേപോലെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ പലർക്കും ഭയങ്കര തിരക്കാണ്. നിസ്കരിച്ചിട്ടില്ലേ എന്തൊരു ജാതി പാച്ചില പായല്. പായിന് കണ്ടാ തോന്നാ ഓന്റെ വല്യാപ്പ മരിച്ചിട്ട് അറ്റാക്കായിട്ട് ആംബുലൻസ് വിളിക്കാനിട്ട് പോവാന്നാ തോന്നുന്നു. ആ ജാതി പോക്കാ പോവാ. പക്ഷെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മള് പുറത്തു പോയൊക്കെ കാണാം, ഈ ആദ്യം പോയനും റോഡിന്റെ സൈഡിൽ വെറുതെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അതിൽപ്പെട്ട ഒന്ന് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും. ഭയങ്കര മഹത്താ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ, എല്ലാ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അഅതാഹുല്ലാഹു ഖുലൂബശ് ശാകിരീൻ, അയാൾക്ക് അല്ലാഹു തആല ശുക്റുള്ള കൽബ് നൽകുന്നതാണ്. അപ്പൊ നമ്മൾ പറയില്ലേ പല ഉസ്താദേ മനസ്സിങ്ങട്ട് നന്നാവണമെന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ മനസ്സിന് പിടിച്ചിട്ടില്ല. ആയത്തുൽ കുർസി പതിവാക്കിയാൽ മതി. വഅമാല സുദ്ദീഖീൻ, അയാളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുദ്ദീഖീങ്ങളുടെ പ്രവർത്തനങ്ങളാവും. അപ്പൊ നമുക്ക് നന്നാവാനുള്ള വഴികളൊക്കെ അല്ലാഹു തആല എളുപ്പാക്കി തരും. വസവാബൻ നബിയീൻ, പ്രവാചകന്മാരുടെ പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകുകയും ചെയ്തു. മാത്രമല്ല വബസത അലൈഹി യമീന, നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുൽ കുർസി ഓതുമ്പോൾ അല്ലാഹുവിന്റെ അർശുമായിട്ടാണ് മനുഷ്യൻ കണക്ഷനാണ്. വബസതല്ലാഹു അലൈഹി യമീന, ഈ ഓതുന്ന മനുഷ്യന്റെ മേൽ അല്ലാഹു തആല തന്റെ വലതു കൈ ഇങ്ങനെ നിവർത്തി വെക്കുന്നതാ, വിരിച്ചു വെക്കുന്നതാണ്. അള്ളാഹുവിന്റെ കൈ വിരിച്ചു വെക്കുന്ന അള്ളാഹു തആല അയാൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നതാ. വലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത, അയാൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ആകെ തടസ്സം അയാൾ മരിക്കുന്നില്ല എന്നത് മാത്രമാ. മരിച്ചാൽ ഫയദ്ഖുലുഹാ, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കുകയും ചെയ്യും. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പതിവാക്കി ഓതിയാൽ അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചെയ്യുമെന്ന്. ഇതിങ്ങനെ ആവിട്ട് ഓതിയാ പോരാ, അശ്രദ്ധനായി ഓതിയാലും പോരാ. നല്ല ശ്രദ്ധയില് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല വചനമാണ് ഞാൻ ഓതുന്നത് എന്ന ബോധത്തോടെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള ആയത്താ ഞാൻ ഓതുന്നത് എന്ന ബോധത്തോടെ, അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആയത്താണെന്ന ബോധത്തോടെ ഒരാൾ ഓതിയാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അയാൾക്ക് നേരെ ചൊരിയപ്പെടും എന്ന് നബിയുനാ റസൂലുള്ളാഹ്. മാത്രമല്ല ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാ, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ലം യകുൻ ബൈനഹു വ ബൈന അൻ യദ്ഖുലൽ ജന്ന ഇല്ലാ അൻ യമൂത്, സ്വർഗ്ഗത്തിൽ കടക്കാൻ അയാൾക്കാകെ തടസ്സമായി നിൽക്കുന്നത് അയാൾ മരിക്കില്ല എന്നത് മാത്രമാണ്. ഫഇൻ മാത, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുന്ന ആൾ മരിച്ചാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ കടന്ന ഉറപ്പായും സ്വർഗ്ഗത്തിൽ കടന്ന ആളാണ് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആയത്തുൽ കുർസി ഭൂമിയിലെ നമ്മുടെ ആ കാര്യങ്ങൾ നിറവേറ്റപ്പെടാൻ പറ്റാവുന്ന നമ്മുടെ ഏറ്റവും നല്ല ആയുധമാണ്. അതേപോലെ സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല വഴിയാണ്.
മാത്രമല്ല മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീഥ അനിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായി ഹദീസ് ഉദ്ധരിക്കുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയപ്പയായ പുണ്യനബി പറഞ്ഞു അത്രേ, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി സ്വലാത്തിൽ മക്തൂബ, നിർബന്ധമായ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ കാന ഫീ ദിമ്മത്തില്ലാഹ് ഇല സ്വലാത്തിൽ ഉഖ്റാ, അടുത്ത നിസ്കാരം വരെ അയാളുടെ എല്ലാ കാര്യവും അല്ലാഹു ഏറ്റെടുത്തവരുടെ കൂട്ടത്തിലാണ് അയാൾ. ഇപ്പൊ ളുഹർ നിസ്കരിച്ചിട്ടാവും എല്ലാവരും വേലക്കായിരിക്കണത്. ളുഹർ നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് ആത്മാർത്ഥമായി ആയത്തുൽ കുർസി ഓതിയോലാണെങ്കിൽ അസർ നിസ്കാരം വരെ അല്ലാഹു തആലയുടെ എല്ലാ കാര്യവും ഏറ്റെടുത്തിട്ടുണ്ട്. അയാളുടെ എല്ലാ കാര്യവും അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആയത്തുൽ കുർസി ഒരാൾ ഓതുന്നതോടുകൂടെ അയാൾ അല്ലാഹുവിന്റെ സ്വന്തക്കാരനായി മാറുകയാണ്. എന്നാലോ ശുഅബുൽ ഈമാനിൽ മഹാനായ ബൈഹഖി ഇമാം ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്, മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ദുബുരി സ്വലാത്തിൽ മക്തൂബ ആയത്തുൽ കുർസി, നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ഹുഫിള ഇല സ്വലാത്തിൽ ഉഖ്റാ, അടുത്ത നിസ്കാരം വരെ അല്ലാഹു തആല അയാൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. അല്ലാഹുവിന്റെ കാവലുണ്ടാവും അല്ലേ? നമുക്കിപ്പോ പുറത്തിറങ്ങാൻ തന്നെ പേടിയുള്ള ഒരു സമയമാണല്ലോ. ആരെ കാണുന്നതും പേടിയാ. എന്നോടൊരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഈ കൊറോണ തുടങ്ങുന്ന സമയത്ത് അയാളുടെ പെങ്ങളുടെ മകൾക്ക് ഒരു വിസയുമായിട്ട് ഒരാൾ പോവാണ്. നാടിന്റെ അടുത്തെത്തിയപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നാലിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, വീട്ടിലേക്കാണ് വരുന്നത്, ദുബായിന്നാണ് ഞാൻ വന്നത്, മോന്റെ വിസ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോ സ്വന്തം പെങ്ങൾ ആങ്ങളിനോട് പറയാം, ഈ വിസ എവിടെ എവിടെയെങ്കിലും കൊടുത്തു പോയിക്കോ, ഇങ്ങോട്ട് വരണ്ട, ദുബായിൽ നിന്നല്ലേ വരുന്നത്, ഇങ്ങോട്ട് വരണ്ട. സ്വന്തം വാപ്പാന്റെ മയ്യിത്തേറ്റെടുക്കാൻ മക്കൾ പേടിക്കുന്ന കാലം, സ്വന്തം മക്കളുടെ മയ്യിത്തേറ്റെടുക്കാൻ വാപ്പ പേടിക്കുന്ന കാലം, ചിന്തിക്കണം. അല്ലാഹു കാവലെടുത്തു കളഞ്ഞ കാലമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി സംരക്ഷണം എടുത്തു കളഞ്ഞ കാലമാണ്. അല്ലാഹു പുണ്യ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ഹുഫിള ഇല സ്വലാത്തിൽ ഉഖ്റാ, അടുത്ത നിസ്കാരത്തിന്റെ സമയം വരെ അയാൾക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുന്നതാണ്. വലാ യുഹാഫിദു അലൈഹാ ഇല്ലാ നബിയ്യുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്, ആയത്തുൽ കുർസി കൃത്യമായും നിസ്കാരങ്ങൾക്ക് ശേഷം സൂക്ഷിച്ചു പോരാൻ കഴിയുന്നവനാരാ? അത് നബിമാർക്ക്, അല്ലെങ്കിൽ സിദ്ദീഖുകൾ, അല്ലെങ്കിൽ ഷഹീദ്, ഇവർക്കേ അതിന് കഴിയൂ. എന്ന് പറഞ്ഞാൽ ആയത്തുൽ കുർസി കൃത്യമായി സൂക്ഷിച്ചു പോരുന്ന ആൾക്ക് നബിമാരുടെ അല്ലെങ്കിൽ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. റഹ്മാനായ അല്ലാഹുവേ, നിലനിർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതേപോലെ വീട്ടിന്റെ അകത്തുള്ള ധാരാളം പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ആയത്തുൽ കുർസി. എല്ലാത്തിനും പരിഹാരം. ചിലർ പറയില്ലേ, മോനെ പറഞ്ഞിട്ട് കേൾക്കില്ല, ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞാൽ ഉസ്താദ് ആയത്തുൽ കുർസി ഫാത്തിഹയും കുൽഹുവല്ലി ഖുൽആഉദു ബിറബ്ബിൽ ഫലക്കും ഖുൽആഉദു ബിറബ്ബിൻ നാസ് ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചു. അപ്പൊ നമ്മൾ കരുതും നാള് വയറുവേദന എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉദന്നല്ലേ മന്ത്രിച്ചേ, ഇവന് പറഞ്ഞിട്ട് കേൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉദന്നല്ലേ മന്ത്രിച്ചേ, പിന്നെ വേറൊരാൾക്ക് ഗൾഫിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വെള്ളം ഒന്ന് മന്ത്രിച്ചെന്നു അവൻ മന്ത്രിച്ചത് ഇതന്നല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എല്ലാത്തിനും പരിഹാരം ആയത്തുൽ കുർസി. ഒരു മുഅ്മിനിന്റെ വജ്രായുധമാണ്. എന്താ ഞാൻ അങ്ങനെ ഇത് ആര് പറഞ്ഞു കൊടുത്ത? ഇബ്ലീസ് തന്നെ പറഞ്ഞു കൊടുത്ത, ശൈത്താൻ തന്നെ പറഞ്ഞു കൊടുത്ത. ആർക്ക്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയാൽ എപ്പോഴും പ്രശ്നം. വീട്ടിൽ എപ്പോഴും ചില ആളുകൾ പറയും, ഉസ്താദേ ഒരു സമാധാനമില്ല, കാരണം എപ്പോഴും ഒരു ദ്വാന്റെ ലിസ്റ്റ് വന്ന് ഞാൻ ഓർക്കുകയാണ്, ഉസ്താദേ ഞാനും എന്റെ ഭാര്യ തമ്മിൽ വലിയ സ്നേഹം, പക്ഷെ ഞങ്ങൾ ഇടക്കിടക്ക് ഒരു ദിവസം ഒരു 5 വട്ടെങ്കിലും ഞങ്ങൾ തെറ്റും പിണങ്ങും നന്നാവും ചെയ്യും. ഞങ്ങളെ അറിയാതെ കലഹത്തിലേർപ്പെട്ടു പോവുക. സതേ മക്കളൊന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, മക്കളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തട്ടിക്കയറുകയാണ്. ഇതൊക്കെ ശൈത്താന്റെ സ്വഭാവങ്ങളാണ്.
ഷൈത്താൻ എന്നത് ശത്തന എന്ന പദത്തിൽ നിന്നാണ്. ശത്തന എന്ന ബൗദ എന്ന നല്ല സ്വഭാവങ്ങളിൽ നിന്ന് അകന്നുപോയ ആൾ. അപ്പൊ ഈ ദുസ്വഭാവങ്ങളുടെ ആകത്തുകയാണ് പിശാച്. ഈ പിശാച് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് വീട്ടിക്ക് വരുമ്പോഴേ കൊറോണ മാത്രല്ല അകത്തേക്ക് വരുന്നത്, വരുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ രസം അല്ലെ. പല ആളും എന്നോട് പറഞ്ഞു, പുറത്തു പോയിട്ട് അകത്തേക്ക് വീട്ടിക്ക് വരുമ്പോ പല ഭാര്യമാരും ഭർത്താക്കന്മാരോട് പറഞ്ഞത് സോപ്പും തോർത്തും കുളിച്ചിട്ട് വീട്ടിക്ക് കയറിയാൽ മതി എന്നാണ്. കുളിച്ചിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി. ഗൾഫിൽ നിന്ന് വന്ന പലർക്കും അനുഭവം ഉണ്ടാവും. മാത്രമല്ല, അതാണല്ലോ ഇപ്പൊ വൈദ്യശാസ്ത്രം പറയണേ. എന്താ കാരണം? നമ്മൾ പുറത്തു പോയിട്ട് ആർക്കെങ്കിലും കൈയൊക്കെ കൊടുത്തപ്പോ, കൈ കൊടുത്തപ്പോ കൊറോണ ഉള്ള കൂട്ടത്തിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കയറി പറ്റിയിട്ടുണ്ടാവും. അപ്പോ ആ രോഗാണുവിനെ കൊന്നുകളയാൻ സോപ്പ് ഉപയോഗിച്ച് നല്ല കഴുകി കുളിച്ചിട്ട് അകത്ത് കയറാവൂ. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, കൂടെ വരുന്ന കൊറോണയൊക്കെ കാണാൻ ലോകത്തിനും ശാസ്ത്രത്തിനൊക്കെ കഴിഞ്ഞു വരും, പക്ഷെ പിശാചിനെ കാണാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോ അയാൾ മാത്രമല്ല, അയാളുടെ കൂടെ പിശാചും വരുന്നുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ അയാൾ അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലിയാൽ പിശാചിന് പിന്നെ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല, മൂപ്പരാട് തിരിഞ്ഞു പോരും. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം പറഞ്ഞു കൊടുത്താരാ? ശൈത്താൻ തന്നെ പറഞ്ഞു കൊടുത്തു. വീട്ടിന്റെ അകത്ത് കലഹങ്ങൾ ഉണ്ടാക്കുന്നത് പിശാചാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, എന്നിട്ടോ തന്റെ കീഴിലുള്ള അനുയായികളെ എല്ലാ വീടുകളിലേക്കും പറഞ്ഞേക്കും. ഇപ്പൊ ഇവര് വന്നിട്ട് നമ്മൾ നടന്നു വരുന്ന വഴിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും. നമ്മൾ വരുമ്പോ നമ്മളെ കൂടെ വരും. ഇതിന് നമ്മളെ കൂടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അള്ളാനെ ഓർക്കാതെ കയറിയെങ്കിൽ, ദിക്ർ ചെല്ലാതെ കയറിയെങ്കിൽ ഈ ശൈത്താൻ നമ്മളെ കൂടെ വീട്ടിൽ കയറും. വീട്ടിന്റെ അകത്ത് കയറിയാൽ ഹദീസിൽ അങ്ങനെ ഉണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പിന്നെ അവനാ വീട്ടിന്റെ അകത്ത് കലഹങ്ങൾ ഉണ്ടാക്കുന്നത് പിശാചാണല്ലേ, ദേഷ്യം ശൈത്താനല്ലേ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത് എന്തിനേറെ പുണ്യ നബി പറഞ്ഞില്ലേ, വഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജറദ്ദമി, പിശാച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രക്തമോടുന്ന സ്ഥലത്തെല്ലാം പിശാചിനും എത്താൻ കഴിയുമെന്ന്. അതുകൊണ്ടല്ലേ ദേഷ്യം വന്ന റസൂലുള്ളാഹി പറഞ്ഞെന്താ, നിങ്ങൾ ഏത് അവസ്ഥയിലാ ഉള്ളത് ആ അവസ്ഥയിൽ നിന്നും മാറാൻ ശ്രമിക്കണം. നിൽക്കുമ്പോഴാ ദേഷ്യം വന്നത് ഇരിക്കണം, ഇരിക്കുമ്പോഴാ ദേഷ്യം വന്നത് നിൽക്കണം. എന്നിട്ടും മാറുന്നില്ലേ, നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലണം. എന്നിട്ടും മാറുന്നില്ലേ, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ നിങ്ങൾ മാറണം. അതായത് ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലുക. എന്നിട്ടും മാറുന്നില്ലേ, നിൽക്കുന്നവനാണോ ഇരിക്കുന്നവനാണോ നിൽക്കുക, എന്നിട്ടും മാറുന്നില്ലേ, പുണ്യ നബി പറഞ്ഞത് നിങ്ങൾ വുളു ചെയ്യണോ. വുളു ചെയ്താൽ പോകും, ദേഷ്യം ശമിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പിശാച് ഇങ്ങനെ ആളുകളെ പറഞ്ഞേക്കും. എന്നിട്ടോ ഓരോരുത്തരും തിരിച്ചു വന്നിട്ട് വലിയ ശൈത്താനോട് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ മൂപ്പര് ചോദിക്കും, നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഓരോരുത്തരും ഒരു ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ പറയും, നേതാവിനോട് പറയും, എല്ലാ ദിവസവും സുബഹി ഖദാ നിസ്കരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അയാളെ നിസ്കാരം ഞാൻ ബാത്തിലാക്കി, അയാൾ നിസ്കരിച്ചില്ല, അയാളെ ഞാൻ ഉറക്കിക്കളഞ്ഞു. അങ്ങനെ ഓരോരും വിളിച്ചു പറഞ്ഞു കൊടുക്കുമ്പോ ഒരാൾ വന്നിട്ട് പറയും, നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു, അവരെ ഞാൻ ഇന്നലെ രാത്രി പിണക്കിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി പറയാ, ഈ പരസ്പരം അകറ്റിക്കളഞ്ഞു, പിണക്കിച്ചു എന്ന് പറയുന്ന, അവർക്കിടയിൽ പിണക്കമുണ്ടാക്കി എന്ന് പറയുന്ന പിശാചിന്റെ കുട്ടിയെ സ്വാഗതം ചെയ്ത് അഭിനന്ദിക്കും പിശാച് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ വീട്ടിന്റെ അകത്തുള്ള ദേഷ്യം, കലഹം, പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക, അങ്ങനെ വീട്ടിന്റെ അകത്തുണ്ടാകുന്ന എല്ലാ ടെൻഷനുകളും പിരിമുറുക്കങ്ങളും പിശാചിൽ നിന്നാണ്. അല്ലെ ഖുർആൻ പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ഫത്തഖിദൂഹു അദുവ്വാ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ മനസ്സിലാക്കണം എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല മഹാനവർകൾ പറഞ്ഞു, ഖറജ റജുലുൻ മിനൽ ഇൻസി, ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി, ഫലഖിയഹു റജുലുൻ മിനൽ ജിന്നി, അയാൾ വീട്ടിന്റെ വെളിയിലൂടെ അങ്ങനെ നടക്കുമ്പോ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അയാളെ കണ്ടുമുട്ടി. ശൈത്താനും അതേപോലെ ഈ മനുഷ്യനും കൂടെ കണ്ടുമുട്ടി വഴിയിൽ വെച്ച്.
അങ്ങനെ ചില ആളുകൾക്ക് ഈ ചില സ്ത്രീകളൊക്കെ റസൂലുള്ള കൃത്യമായി പറഞ്ഞ മഗ്‌രിബിന് ശേഷം കുട്ടികളെ പുറത്തിറക്കരുത്, പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത്, പിശാചിന്റെ സഞ്ചാരമുള്ള സമയമാണത് എന്നൊക്കെ കൃത്യമായി ഹദീസിലുള്ളതാണ്. പല ആളും വരും, പല ആളുകളൊന്നും പറയാറുണ്ട്, പേടിച്ചുപോയി, ഒരു മഗ്‌രിബിന്റെ സമയമാണ് സമയത്ത് എന്തോ ഒരു തകരാറ് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. ഇല്ല, ദുസ്വപ്നങ്ങൾ കാണുന്നതൊക്കെ റസൂലുള്ള പറഞ്ഞ് കേൾക്കാത്ത തകരാറാണ്. അതിന് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടാലൊന്നും ഒരു ചികിത്സകൾക്ക് ചെയ്യാൻ കഴിയൂല. ഒരു സ്വഹാബി, ആ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ പുറത്തു പോയി, വീടിന്റെ വെളിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോഴാ പെട്ടെന്ന് പിശാചിനെ കണ്ടുമുട്ടിയത്. ഫഖാല, പിശാച് ചോദിച്ചു, ഹല്ലക അൻ തുസാരിഅനി, എന്നോട് മൽപ്പിടുത്തത്തിനുണ്ടോ എന്ന് ചോദിച്ചു. ആരോട്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. ഫഇൻ സറഅതനി അല്ലംതുക ആയ, ഉമറേ നിങ്ങൾ എന്നോട് മൽപ്പിടുത്തത്തിന് തയ്യാറായാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചു തരും. ഇദാ ഖറഅതഹ ഈന തദ്ഖുലു ബൈതക, ആ ആയത്ത് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഓതിയാൽ ലം യദ്ഖുൽഹു ശൈത്താനുൻ, പിശാച് ആ വീട്ടിലേക്ക് കയറുകയില്ല. ഫസ്വറഹു, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പിശാചുമായി മൽപ്പിടുത്തം നടത്തി. ഫസ്വറഹൽ ഇൻസിയു, ഉമർ റളിയല്ലാഹു അൻഹു ജയിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അത്ര വലിയ ശക്തനാണ്. ഉമർ റളിയല്ലാഹു അൻഹു ജയിച്ചു, പിശാച് തോറ്റുപോയി. ഫഖാല, അപ്പൊ നേരത്തെ വാഗ്ദത്തം ചെയ്തൊരു സംഗതി ഉണ്ടല്ലോ, എന്താ? നിങ്ങൾക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരും, അതോതിയാൽ വീട്ടിലേക്ക് പിശാച് കടക്കില്ല. അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പിശാച് പറഞ്ഞു കൊടുത്തു, തഖറഉ ആയത്തുൽ കുർസി, വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. ഫഇന്നഹു ലാ യഖറഉ അഹദുൻ ഇദാ ദഖല ബൈത, വീട്ടിലേക്ക് കടക്കുമ്പോൾ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ഇല്ലാ ഖറജ ശൈത്താൻ, പിശാച് വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ഓടി പോകുന്നതാ. ലഹു ഖബജുൻ കഖബജിൽ ഹിമാർ, എങ്ങനെ കഴുത വളി, കഴുത കീഴ്വായുടുന്ന സമയത്ത് കഴുതയുടെ കീഴ്വാടിവിന്റെ ശബ്ദം പോലെ ഒരു ശബ്ദമുണ്ടാക്കിയിട്ടവൻ ഓടി അകലുന്നതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, കേട്ടാള് ആരാണ്? ആള് ഉമർ റളിയല്ലാഹു അൻഹു ആണോ? അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ അല്ലാതെ പിന്നെ ആരാ? റളിയല്ലാഹു അൻഹു. ചൈത്താമാർക്ക് പോലും പേടിയാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിശാച് നേരിട്ട് പറഞ്ഞു കൊടുത്ത കാര്യ, ആയത്തുൽ കുർസി ഓതിയാ എനിക്ക് നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ പറ്റൂല, ആ വീട്ടിൽ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അന്നഹു ഇദാ ദഖല ബൈത, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറിയ, നമ്മളൊക്കെ അപ്പൊ വീട്ടിലേക്ക് കയറുന്നതും കൂടി എപ്പോഴും അതിലാണുള്ളതല്ല, അത് നോക്കിയോണ്ടാ കയറുന്നത്. മെസ്സേജ് എന്താ, സൗണ്ട് മെസ്സേജ് കേട്ടുകൊണ്ടാ കയറുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അന്നഹു ഇദാ ദഖല ബൈത, ല്ലേ ചിലപ്പോ അയ്മലുണ്ടാവും കച്ചറ, അതും കൂടി അത് നോക്കി ഇങ്ങനെ കേറുന്ന സമയത്താണ് വീട്ടിന്റെ ഉള്ളിൽ ശൈത്താൻ ഉണ്ടാവും. അപ്പൊ ശൈത്താൻ പോയിട്ട് ഭാര്യനെ എന്താവും ഒന്ന് മൂട്ടിയിട്ട് അയാള് കണ്ടില്ലേ വീട്ടിൽ കയറുമ്പോഴും മൊബൈൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ എന്തേ പറയും, പിന്നെ അയ്മൽ കച്ചറാവും. അങ്ങനെയാണ് പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാവുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അന്നഹു ഇദാ ദഖല ബൈത, ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ഉസ്താദേ എന്റെ ഭാര്യന്റെ നാവ് തീരെ ശരിയില്ല, എപ്പോഴും കച്ചറ വീട്ടില്, എന്താ ഒന്ന് ശരിയാക്കാനുള്ള വഴി? ഞാൻ കുറെ സൈക്കാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിനൊക്കെ കാണിച്ചു നോക്കി, അതിനെ പറ്റുന്ന വജ്രായുധം ആയത്തുൽ കുർസി. നല്ല വീട്ടിൽ നിന്ന് ആയത്തുൽ കുർസി ഓതിയാൽ നന്നാവും. ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഓതിയാ പോരാ, നിരന്തരം പതിവാക്കണം. ഇദാ ദഖല ബൈത, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബിയ, മഹാനവറുകൾ വീട്ടിലേക്ക് കയറിയാൽ ഖറഅ, മഹാനവറുകൾ ഓതും, ഫീ സവായാഹു, വീട്ടിന്റെ മൂലകളിൽ ആയത്തുൽ കുർസി, വീട്ടിന്റെ എല്ലാ മൂലയിലും പോയിട്ട് ആയത്തുൽ കുർസി ഓതുമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. കണ്ണൂർ ജില്ലയിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, കണ്ണൂർ ജില്ലയിൽ കുറെ കാലം നിന്നുകൊണ്ടുള്ള പരിചയത്തിൽ പറഞ്ഞ എന്താ, ഈ വീട്ടിൽ കൂടുന്ന സമയത്തൊക്കെ വീടിന്റെ 4 മൂലയിലും ബാങ്ക് കൊടുക്കും. ചില ആൾക്കാർ എന്നോട് ചോദിക്കലില്ല, അതിന് വലിയ അടിസ്ഥാനം ഉണ്ടോന്നൊക്കെ ചോദിക്കൽ. ഏതായാലും വീട്ടില് നമ്മളെ കൂടെ ആര് കയറുണ്ട്? പിശാച് കയറുണ്ട് എന്ന ഹദീസിലുണ്ടല്ലോ. ബാങ്ക് കൊടുക്കുമ്പോ പിശാച് ഓടുന്ന ഹദീസിലുണ്ട്, ആയത്തുൽ കുർസി ഓതുമ്പോ ഓടുന്ന ഹദീസിലുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ എല്ലാ മൂലകളിലും പോയി ആയത്തുൽ കുർസി
ഒളിച്ചിക്കുന്ന ആൾക്കാരൊക്കെ നേരെ മുമ്പിലല്ലല്ലോ നിൽക്കുക, മൂലയിലല്ലേ, അതേപോലെ. മാത്രമല്ല മഹാനായ നബിയുനാ റസൂലുള്ളാഹി, സമയം കഴിഞ്ഞല്ലോ, വിഷയം ഒരുപാട് ബാക്കി. ഇതാണേലും വിശദമായി പറഞ്ഞില്ലെങ്കിൽ പറയുന്നതെറ്റ് മനസ്സിലാവില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുകയാണ്, അന്നഹു ഖാല റജുലുൻ, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, അല്ലിംനി ശൈഅൻ യൻഫഉനില്ലാഹു ബിഹി, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. യൻഫഉനില്ലാഹു ബിഹി, ആ കാര്യം ഞാൻ ചെയ്താൽ അത് മുഖേന അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ധാരാളം ഗുണം എനിക്ക് കിട്ടും നബിയേ. അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞത്, ഇഖ്റ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതിക്കോളൂ. ഫഇന്നഹു യഹ്ഫദുക, ആയത്തുൽ കുർസി നിനക്ക് സുരക്ഷിതത്വം നൽകും. വദുർരിയതക, നിങ്ങളുടെ സന്താനങ്ങൾക്കും സുരക്ഷിതത്വം നൽകും. വയഹ്ഫദു ദാരക, നിങ്ങളുടെ വീടിന് കാവൽ തരും. ഹത്ത ദുവൈറാത ഹൗല ദാരിക, നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുമുള്ള അയൽവാസികൾക്കും കാവൽ കിട്ടുമെന്ന്. അപ്പോ എല്ലാ ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഹദ്ദാദിലുണ്ടല്ലോ ആയത്തുൽ കുർസി, അല്ലേ, തുടങ്ങണ ആയത്തുൽ കുർസി ഓതിയിട്ടാണ്. ആയത്തുൽ കുർസി ഓതിയിട്ടാണോ തുടങ്ങുന്നത്? ഫാത്തിഹ, ആയത്തുൽ കുർസി. എല്ലാ വീട്ടിലും മഗ്രിബിന് ശേഷം ആയത്തുൽ കുർസി നല്ലതാണ്, ഹദ്ദാദ് നല്ലതാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചൊല്ലേണ്ട അധിക ദിക്റുകളും ആ ഹദ്ദാദിലുണ്ട്. അപ്പൊ ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹു തആല നിങ്ങൾക്ക് പ്രത്യേക കാവൽ തരും. വദുർരിയതക, നിങ്ങളുടെ ചില ആളുകൾക്ക് കോവിഡ് ഉണ്ട്, ഓലേറ്റ് പെരുമാറിയ മക്കൾക്ക് കോവിഡ് ഇല്ല. ഞങ്ങൾ കണ്ടില്ലേ, കോവിഡിന്റെ റിപ്പോർട്ട് വന്നപ്പോ സാമൂഹ്യ വ്യാപനം ഉണ്ടോന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം ചില ആളുകൾക്ക് എങ്ങനെ കോവിഡ് പിടിച്ചത് എന്ന് ഞങ്ങൾക്ക് യാതൊരു പിടിപാടില്ല. കാരണം അങ്ങനെയുള്ള ആളുകളെ ബന്ധപ്പെട്ടില്ല, യാത്ര പോയിട്ടില്ല. ഒക്കെ എന്താ നിങ്ങള്, അല്ലാഹു തആല ഒരു മനുഷ്യന്റെ സംരക്ഷണമാണ് പിൻവലിച്ച പിന്നെ അവൻ അപകടത്തിൽ പോയി വികലന്നെ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആയത്തുൽ കുർസി നിങ്ങൾക്ക് സംരക്ഷണം തരും, നിങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം തരും, നിങ്ങളുടെ വീടിന് അല്ലാഹു കാവൽ തരും, നിങ്ങളുടെ അയൽവാസികളുടെ വീടുകൾക്കും അല്ലാഹു അത് മുഖേന കാവൽ തരും എന്ന്. ഇതിനൊക്കെ ആയത്തുൽ കുർസി വളരെ നല്ലതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇതിന്റെ കാരണം എന്താ അറിയും? റസൂലുള്ളാഹി മദീനത്ത് വന്നപ്പോൾ താമസിച്ച വീടായിരുന്നു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി പോകാറുണ്ട്. അങ്ങനെയല്ലോ, പഴയ കാലത്ത് ഭക്ഷണം കഴിച്ച വീടൊന്നും പിന്നെ മറന്നു പോകാൻ പാടില്ലല്ലോ, അല്ലേ? പഴയ കാലത്ത് നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെ പിന്നെ മറന്നു പോകാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയപ്പോൾ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പരാതി. എന്താ പരാതി? മഹാനവറുകളുടെ വീട്ടിന്റെ അകത്ത് ധാന്യങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ നിന്ന് ഇടക്കിടക്ക് ധാന്യങ്ങൾ ഇങ്ങനെ കുറഞ്ഞു പോവാ. ചില ജീവികൾ വന്നിട്ട് ആ ധാന്യം ഇങ്ങനെ തിന്നു പോകുന്നത് അവർ കാണുകയും ചെയ്യുന്നുണ്ട്. നബിയോട് പരാതി പറഞ്ഞപ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂദർ തങ്ങളോട് പറഞ്ഞു, അത് പിശാചാണ് അബൂദറേ, പിശാചേ അബൂദറേ, അത് പിശാച. വേറെ ചില റിപ്പോർട്ടിൽ കാണാം നബി അബൂദർ തങ്ങളോട് പറഞ്ഞു, നാളെയും വരുവനെ, പക്ഷെ നാളെ വരുന്നത് പൂച്ചയുടെ കോലത്തിലാവും. നീ കാണുന്ന പൂച്ച മുഴുവൻ പിശാചാന്ന് വിചാരിക്കും ചെയ്യണ്ടേ? നബി അബൂദർ തങ്ങളോട് പറയുന്നുണ്ട്, നാളെ വരുന്നത് ഇന്നലെ നിങ്ങൾ കണ്ട കോലത്തിലാവൂല. കാരണം പിശാചിന് പല കോലത്തിലും കോലം പറയാൻ കഴിയും. നാളെ പൂച്ചയുടെ കോലത്തിലാകും അവൻ വരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അബൂദർ തങ്ങളെ, നിങ്ങൾ അവനെ കണ്ടാൽ അവനോട് പറയേണ്ടത്, നിന്നോട് ഇങ്ങോട്ട് വരരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എന്റെയൊക്കെ വീടിന്റെ തറവാട്ടിൽ പണ്ട് ഒരു പാമ്പിനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണുന്ന ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ താമസിച്ച ഞങ്ങളുടെ തറവാട്ടിൽ
എന്റെ വാപ്പ നമ്മുടെ ആക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ സ്ഥാപക നേതാക്കളിൽ മഹാനായ ഉർക്കട ഉസ്താദ് അവർകൾ, ഉർക്കട ഖാസിം മുസ്ലിയാർ ഉസ്താദിന്റെ നാമധേയത്തിലാണ് നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഉസ്താദിന്റെ അഭിലാഷമായിരുന്നു അത്. ഉസ്താദ് വലിയ വാക്ഫലമുള്ള മഹാന. ഉസ്താദിനോട് ചെന്നപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇനി അങ്ങനെ പാമ്പിനെ കാണാൻ പാമ്പിനോട് പറയേണ്ടത് ഖാസിം പറഞ്ഞിട്ടുണ്ട് നിന്നോട് പോവാൻ ഇങ്ങോട്ട് വരരുത്. അനുഭവപ്പയ്യൻ പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞെന്നൊന്നും പറയില്ല നിങ്ങളും. ഇത് കേട്ട അനുഭവസ്ഥരായ മനുഷ്യന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. വാപ്പയെ മരിച്ചു കിട്ടുള്ളൂ, ഉമ്മ ഉണ്ട്. ആ പാമ്പിനെ പിന്നെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ തങ്ങളോട് പറഞ്ഞു, അബൂദർ തങ്ങളെ പിശാചാണത്. അബൂദർ തങ്ങൾ പിറ്റേ ദിവസം പിശാചിനെ പിടികൂടി. ഇയാൾ ഈ ഭക്ഷണം തിന്നാൻ വേണ്ടി വന്നപ്പോൾ പിടിച്ചപ്പോൾ പറഞ്ഞു, എന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത്, എന്നെ ഒഴിവാക്കണം. ഞങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചുതരാം. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരൂല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞപ്പോ അബൂദറിന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. അബൂദർ തങ്ങൾ ചോദിച്ചു, നീ എന്താ ഇവിടേക്ക് ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾ വലിയ ദാനശീലുള്ള ആളല്ലേ, അപ്പൊ നിങ്ങളെ ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് എഴുതിയിട്ട് വന്നതാണ്. വലിയ ദാനശീല. അപ്പൊ ജിന്ന് ശൈത്താന്മാർക്ക് മനസ്സിലാവുണ്ട് ആരൊക്കെ ദാനം കൊടുക്കാത്തതെന്നൊക്കെ മനസ്സിലാവും. കൊടുക്കണോലപ്പം വന്ന് വല്ലാതെ പയപ്പിക്കും. ഇപ്പൊ കൊടുക്കണ്ട, കാരണം കൊറോണ കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തിക മാന്ദ്യം വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനാക്കും. ഒക്കെ ശൈത്താന്റെ പണിയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, പോണ പോക്കിൽ ഈ പിശാച് പറഞ്ഞു കൊടുത്തു, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. അത് നീ പറഞ്ഞാൽ നിന്റെ വീട്ടിക്ക് ശൈത്താൻ വരുന്നില്ല. തിൽക്കല്ലയില, ആ രാത്രിയും വരൂല. വദാലിക്കല്ലവും, ആ രാത്രിയുടെ തൊട്ടടുത്തുള്ള പകലും വരൂല. അതെ, മിനൽ ഗദി, അപ്പൊ ഒരു ദിവസത്തെ ഗ്യാരണ്ടിയാണ്. അബൂദർ മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ പറഞ്ഞു തരൂ. കാലത്ത് പിശാച് പറഞ്ഞു കൊടുത്തു, ആയത്തുൽ കുർസി ഓതിക്കോളൂ, എന്നാൽ പിശാചിന്റെ ശല്യങ്ങൾക്ക് ഉണ്ടാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, സദഖ വഹുവ കദൂബ്, മഹാകള്ളനാണവൻ, പക്ഷേ ഈ പറഞ്ഞ കാര്യം സത്യമാണ്. നിങ്ങളോട് ഇപ്പൊ ഈ പറഞ്ഞില്ല ആയത്തുൽ കുർസി ഓതി നമ്മൾ വരൂലാന്ന്, പിശാചിന്റെ ശല്യം ഉണ്ടാവൂല എന്നാ പറഞ്ഞ ശരിയാണ്. സാധാരണവൻ മഹാകള്ളൻ പറയുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പൊ ഈ ആയത്തുൽ കുർസി ഓതിയാൽ വീട്ടിൽ ശൈത്താന്റെ ശല്യം ഉണ്ടാവൂല. അതേപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓതിയൊക്കെയാണ് എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും, വീട്ടിൽ നല്ല സമാധാനം ഉണ്ടാവും. വാപ്പിമ്മയും തമ്മിലുള്ള വാക്കേറ്റുണ്ടാവൂല, മക്കളും തമ്മിലുള്ള അനുസരണക്കേടുണ്ടാവൂല, പരസ്പര വിദ്വേഷം ഉണ്ടാവൂല, സ്വൈര്യക്കേടുണ്ടാവൂല, അസ്വസ്ഥത ഉണ്ടാവൂല. ചില ആൾ കണ്ടില്ല നിങ്ങള്, ഒന്നുമില്ല, പൈസ ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്, പക്ഷെ മനസ്സിനൊരു സമാധാനം ഇല്ല. പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടാവും, ഒക്കെ ഇതുകൊണ്ട് തീർന്നു പോകും. പൈശാചികമായ പ്രയാസങ്ങളൊക്കെ ഇതുകൊണ്ട് തീർന്നു പോകും. ശാരീരികമായ വല്ല വിഷയങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഡോക്ടർമാരെ കാണിക്കും. മഹാനായ അതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണം എന്ന് പുണ്യനബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറയാ, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയെ ഞാൻ കേട്ടു, യഖൂലു റസൂലുള്ളാഹി പറയുന്നതായി, മൻ ഖറഅ ആയത്തുൽ കുർസി, ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്, അയാൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ആകെ തടസ്സം മരണം മാത്രമാണ്. അയാൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തടസ്സം മരണം മാത്രമാണ്. വമൻ ഖറഅഹ ഈന യഖുദു മൽജഅ, ഒരാൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഈ ആയത്തുൽ കുർസി ഓതിയാൽ, അമ്മനഹുല്ലാഹു അലാ ദാരി, അയാളുടെ വീടിന് അല്ലാഹു കാവലേർപ്പെടുത്തുന്നതാ. അതേപോലെ വദാരി ജാരിഹി, അയാളുടെ അയൽവാസിയുടെ വീട്ടിൽ കുർസി ഓതി കടന്നാൽ അല്ലാഹു തആല രണ്ട് മലക്കുകളെ അയാളെടുത്ത് ഏൽപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മാ അറാ റജുലൻ വുലിദ ഫിൽ ഇസ്ലാം, മുസ്ലിമായ എല്ലാവരും, വിഷയം ഞാൻ അവസാനിപ്പിക്കുക, ദുആയിലേക്ക് കടക്കാൻ പോവാം. മുസ്ലിമായ എല്ലാവരും, ഔ അദറക അഖലഹുൽ ഇസ്ലാമ, വിഷയം പറഞ്ഞതിൽ ഒരുപാട് വിഷയമുണ്ട്. അല്ലെങ്കിൽ മുസ്ലിമായ ആളാണെങ്കിലും, മുസ്ലിമായി ജനിച്ച ആളാണെങ്കിലും, അല്ലെങ്കിൽ പുതു മുസ്ലിമായ ആളാണെങ്കിലും, യബീതു അബദൻ ഹത്താ യഖറാ ഹാദിഹിൽ ആയ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസി ഓതാതെ ഉറങ്ങുകയേ ചെയ്യരുത്.
അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. വലൗ തഅലമൂന മാ ഹിയ, നിങ്ങൾക്കറിയോ എന്താണ് ആയത്തുൽ കുർസി എന്ന്? ഇന്നമാ ഉതിയഹാ നബിയുകും, നിങ്ങളുടെ നബിക്ക് അല്ലാഹു സമ്മാനമായി കൊടുത്തതാണത്. മിൻ കൻസിൻ തഹ്തൽ അർശി, അർശിന്റെ ചുവട്ടിൽ നിന്നുള്ള നിധിയിൽ നിന്ന്. വലം യുതിഹാ അഹദുൻ ഖബലക്, വലം യുതഹാ അഹദുൻ ഖബലക്, ഖബല നബിയിക്കും, നിങ്ങളുടെ നബിയുടെ മുമ്പ് ഒരു നബിക്കും അല്ലാഹു അത് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ നബിക്ക് അല്ലാഹു തആല അർശിന്റെ നിധിയിൽ നിന്ന് എടുത്തു കൊടുത്തതാണത്. ഇതിന്റെ മുമ്പുള്ള ഒരു പ്രവാചകനും അല്ലാഹു അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വമാ ബിത്തു ഖത്തു ഹത്താ അഖറഅഹാ, ആയത്തുൽ കുർസി ഓതാതെ ഞാൻ ഉറങ്ങാറേ ഇല്ല എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, നബി അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതാ, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അലി അതിന്റെ കവാടമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറയാം. വമാ ബിത്തു ഖത്തു ഹത്താ അഖറഅഹാ തലാത മറാത്തിൻ, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 3 തവണ ഞാൻ ആയത്തുൽ കുർസി ഓതാറുണ്ട്. അഖറഉഹാ ഫിർ റക്അതൈൻ ബഅദൽ ഇശാഇ, ഇശാഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തിൽ ഞാൻ ആയത്തുൽ കുർസി ഓതും. ബഅദൽ ഇശാഇൽ അഖീറ വഫീ വിത്രി, അതേപോലെ എന്റെ വിത്രിലും ഞാൻ ആയത്തുൽ കുർസി ഓതും. വഹീന അജിദു മൽജഇ മിൻ ഫിറാശി, ഞാൻ ഉറങ്ങുമ്പോഴും ആയത്തുൽ കുർസി ഓതുമെന്ന് മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു 3 തവണ ആയത്തുൽ കുർസി ഓതാതെ ഞാൻ ഉറങ്ങാറില്ല എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഫീഹാ ആയ, ആ സൂറത്തിൽ ഒരു ആയത്തുണ്ട്, ഹിയ സയ്യിദത്തു ആയിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ 6666 ആയത്ത് അല്ലെങ്കിൽ 6236 ആയത്തുകളുടെയും നേതാവാണ് ആയത്ത്. ലാ തുഖറഉ ഫീ ബൈത്തിൻ ഫീഹി ശൈത്താനുൻ, പിശാചുള്ളൊരു വീട്ടിൽ ആ ആയത്ത് ഓതപ്പെട്ടാൽ ഇല്ലാ ഖറജ മിൻഹു, പിശാച വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്. ആ ആയത്ത് ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയാണ്.